അല്ല അജ്മല, ഈ ട്രോളിങ് തന്നെ അറിയണ്ടേ? എന്ത് പറഞ്ഞാലും നിങ്ങളെ തട്ടുമ്പോ എപ്പോഴും മീനാ. ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ആദ്യം മനസ്സിലായി. ട്രോളിംഗ് പറഞ്ഞാൽ മീൻ പിടിച്ചാൽ വെക്കുക, അല്ല പിന്നെ എന്താ? മീൻ പിടിക്കാണ്ടിരിക്കാന്നല്ല. ഈ ട്രോളിംഗ് എന്ന് പറഞ്ഞാല് ഒരു 52 ദിവസത്തേക്ക് ഈ ട്രോളിംഗ് നെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധനം നിരോധിച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ ഉത്തരവാണ്. അപ്പൊ മീനെ പിടിച്ചാൻ പറ്റില്ല. മീൻ പിടിക്കാൻ പറ്റൂല എന്നല്ല, ഈ പരമ്പരാഗതമായി ചെറിയ വഞ്ചിക്കാർക്ക് അതേമാതിരി ഫൈബർ ബോട്ടുകൾക്ക് അവർക്കൊക്കെ കടലിൽ പോകാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഈ വലിയ വല ഒന്നും വെച്ചോണ്ട് പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ്? ട്രോളിംഗ് നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് മീൻ പിടിക്കുമ്പോ ഈ ചെറിയ മീനുകൾക്ക് അതിൽ പെടാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് ഈ മീനുകളെ പ്രചരണകാലമാണ്. ഈ മീനിന്റെ പ്രചരണകാലത്ത് ഈ ചെറിയ മീനുകൾ പിടിക്കുന്നത് വഴി നമുക്ക് ഈ മീനുകളെ മത്സ്യസമ്പത്ത് ഇല്ലാണ്ട് വരുന്നൊരു കാലം വരും. അതിന് മുന്നോടിയായിട്ടാണ് സർക്കാർ ഇങ്ങനത്തെ ഒരു ഉത്തരവ്. അത് ഇക്കൊല്ലം മാത്രമാണ് എല്ലാ കൊല്ലം ഉണ്ടാവും? എല്ലാ കൊല്ലം ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ ഈ ട്രോളിംഗ് നിരോധനം എല്ലാ വർഷവും. നമ്മുടെ കേരള തീരത്ത് ഇപ്പോഴാണ് ട്രോളിംഗ് നിരോധനം. ഈ പല സംസ്ഥാനങ്ങളിൽ കടലിന്റെ ഭാഗങ്ങൾ അനുസരിച്ച് അതിന്റെ ട്രോളിംഗ് ടൈമിന്റെ വ്യത്യാസം അനുസരിച്ച് മാറ്റങ്ങൾ വരാറുണ്ട്. ഇത് ചെറിയ നമ്മളെ മറൈൻ ഫിഷ് എപ്പോഴും ആശ്രയിക്കുന്നത് ഈ ചെറിയ വഞ്ചിക്കാരാണ്. ചെറിയ തോണിക്കാർ, അതേമാതിരി ഫൈബർ ബോട്ടുകള്, അവർക്കൊക്കെ ഡെയിലി അവര് മീൻ എത്തിച്ചേരും. അതോ ഡെയിലി മീൻ ഉണ്ടാവും. ഇൻ കേസ് നമ്മുടെ ഈ കാലാവസ്ഥ വ്യത്യാസം ഉണ്ടാവുമ്പോ ചിലപ്പോ ഈ കടലിൽ അടിയൊഴുക്കുന്നത് കാരണം ചെറിയ വള്ളക്കാർക്ക് കടലിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇൻ കേസ് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ നമുക്കൊന്നും മീൻ ഉണ്ടാവാറില്ല. അല്ലാത്ത ദിവസം ഈ ചെറിയ വഞ്ചിക്കാർക്ക് പോകാൻ പറ്റുന്നിടത്തോളം കാലം നമുക്ക് മീൻ ഉണ്ടാവാറുണ്ട്. സാധാരണ കേസിൽ നമുക്ക് കട്ട് ഫുള്ളായിട്ട് മീൻ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ ഒരു കടപ്പുറത്തുനിന്ന് മാത്രമല്ല, നമ്മൾ ഇത്രയും ഐറ്റംസ് എടുക്കുന്നത് ഈ ചാലിയം, ബേപ്പൂര്, പരപ്പനങ്ങാട്, താന്നൂര് ഇവിടെയൊക്കെ പോയി ചുറ്റിയിട്ട് വെളുപ്പിന് 2 മണി മുതൽ ഇറങ്ങിയിട്ടാണ് ഇത്രയും ഐറ്റംസ് നമ്മൾ തട്ടുന്നത്. അപ്പൊ ഇതൊക്കെ ചൂണ്ടമീന? ഇത് എല്ലാം ചൂണ്ടമീനാന്ന് പറയില്ല, തോണിക്കാരത്തും പിടിക്കുന്ന മീനാണ്. ചൂണ്ടമീൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചൂണ്ടമീൻ, ഈ വലിയ മീനുകളൊക്കെ ചൂണ്ടമീൻ. പിന്നെ ഈ തണ്ടാടി വല എന്ന് പറയും, അത് അധികം കടലിന്റെ താഴ്ചയിൽ പോകില്ല, മുകളിലാണ് നിൽക്കുക. അതിന് എത്ര മീറ്ററാണ്? ഒരു 15 മീറ്ററൊക്കെ താഴ്ചയുള്ള വലയാണ്. അത്ര ഇതിലാ വരുന്നത്. ആ ഇതിൽ പിടിക്കുന്ന മീനുകൾ മാത്രമേ ഉള്ളൂ ഈ സമയത്ത് നമുക്ക് കിട്ടുക. ഈ ട്രോളിങ് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ വലിയ ബോട്ടുകൾക്ക് ഇറങ്ങാൻ പറ്റും. അതിനുശേഷം മീനുകൾ അവരെ വിട്ടിട്ടുണ്ടാവും, ധാരാളം മീനുകൾ അവരെ വിട്ടിട്ടുണ്ട്.